ഇപ്പോൾ കല്ലായി വാർഡിലെ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിനീഷ് വിദ്യാധരനാണ്. ഇപ്പോൾ ചേംബറിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് നിറഞ്ഞു നിന്നാണ്. ഇപ്പോൾ ഒരു വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി ഇലക്ഷനിൽ വരികയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വന്നു? പ്രിയപ്പെട്ട രഞ്ജിത്തിന് ഈ സാഹചര്യങ്ങൾ അറിയാലോ. ഞാൻ വന്ന സാഹചര്യങ്ങൾ എന്തായിരുന്നു. പ്രിയപ്പെട്ട വിനുവേട്ടൻ ഇങ്ങനെ കാൻഡിഡേറ്റായി വന്നു. അപ്പോൾ ഞാൻ മത്സരിക്കണം എന്നുള്ളത് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറേ എന്നെ പ്രിയപ്പെട്ടവർ നിർബന്ധിച്ചു. ആ നിർബന്ധത്തിന് ഞാൻ വഴങ്ങി. നമ്മൾ LDFന് വേണ്ടി ഇപ്പം വളരെ സജീവമായി രംഗത്തിറങ്ങി. ഇനി മുന്നോട്ട് വളരെ നല്ലൊരു പ്രതികരണമാണ് എനിക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാരനെ തൊട്ടടുത്ത നാട്ടുകാരാണ്. കല്ലായിൻ്റെ പൾസ് അറിയാം. കല്ലായിൻ്റെ പൾസ് അറിയാമെന്ന് മാത്രമല്ല, കല്ലായി എൻ്റെ നാട് പോലെ തന്നെയാണ്. കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ റോക്സി, ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് റോക്സി അസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ആയിരുന്നു. സമീർ, എൻ്റെ വളരെ ആഷിൻ ബറാമി, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു തിരുവണ്ണൂരിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് അത്ര ഇല്ല. അപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വികാരമാണല്ലോ. അപ്പോൾ അവരൊക്കെ ഞാൻ സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായിരുന്നു നേരത്തെ, ഇപ്പോൾ സെലിബ്രിറ്റി ഇല്ല. അതോ ഒരു ആശ്വാസമായിട്ട് തോന്നുന്നു? എന്താ തോന്നുന്നു? അല്ല, അതിനെപ്പറ്റി വിനോദൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ ചെറുതായിട്ട് നിർബന്ധപൂർവ്വം വെറുതെ എന്നെ കാണിക്കാൻ വേണ്ടി എയർപോർട്ടിലൊക്കെ പോയി ഒരു സീനിലൊക്കെ ഉണ്ട്, മറുപടിയിലൊക്കെ. അപ്പോൾ അദ്ദേഹം ഒരു അടുത്ത സുഹൃത്താണ്. പിന്നെ രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധങ്ങൾ വേറെ, നമുക്കറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിലെനിക്ക് വിഷമമുണ്ട്. പിന്നെ ഇനിയിപ്പം നമ്മൾ ഏതായാലും ഇറങ്ങിയതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ. സൗഹൃദ മത്സരം നഷ്ടപ്പെട്ടൊരു വിഷമമുണ്ട്? അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ നമ്മളോരോ യോഗമല്ലേ, നമുക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് ലീവ് ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുന്നു. ഇന്ന് എന്താണോ വരുന്നത് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. പോസിറ്റീവ് ഫാക്ടറായി തോന്നുന്നു എന്താ കല്ലായിൽ? കല്ലായിൽ ഒരുപാട് ആളുകളിപ്പോൾ ഞാൻ ഒന്നാമത് പോസിറ്റീവ്, എനിക്ക് നല്ല ബന്ധങ്ങളുള്ളൊരു സ്ഥലമാണ് കല്ലായി. അതൊരു വലിയ പോസിറ്റീവ് ഫാക്ടറായിട്ട് ഞാൻ കാണുന്നു. എല്ലാ തരത്തിലും ഇപ്പോൾ ഞാൻ പല ഫീൽഡിലുണ്ട്. രഞ്ജിത്തിന് അറിയാലോ, മ്യൂസിക് ആണെങ്കിലും പിന്നെ ഒരു പ്രൊഫഷൻ ആണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും, അപ്പോൾ എല്ലാം കൂടി നോക്കും, ചേംബർ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങളുള്ളൊരു സ്ഥലമാണ് കല്ലായി. അത് തന്നെയാണ് എൻ്റെ ശക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേംബറിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ ഒരു വ്യാവസായികമായ വാണിജ്യമായ അവസ്ഥയും പുരോഗതിയെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഒരു കാഴ്ചപ്പാട് കോർപ്പറേഷനിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ സ്വാഭാവികം? തീർച്ചയായിട്ടും. കാരണം കല്ലായിൽ നമ്മൾ കല്ലായി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ വുഡ് ഇൻഡസ്ട്രീസിൻ്റെ നേതാവുണ്ട് ഇഷാക്ക് എന്നോട് എനിക്ക് കുറേ ഡീറ്റെയിൽസ് അയച്ചു തന്നു. കല്ലായി വുഡ് ഇൻഡസ്ട്രീൻ്റെ പണ്ടത്തെ പ്രതാപം നഷ്ടപ്പെട്ടതും അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അവരാലോചിക്കുന്നതും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് നീക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ കല്ലായി പുഴയുടെ കുറച്ച് മാലിന്യ പ്രശ്നങ്ങൾ, പക്ഷേ 13 കോടി രൂപ ഓൾറെഡി കോർപ്പറേഷൻ അതിനുവേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വലിയൊരു പ്രോജക്റ്റ് വരാൻ പോവാണ് കല്ലായിൽ 13 കോടിയുടെ. അത് നമുക്ക് സാധ്യമാക്കണം. അത് സാധ്യമാക്കുകയാണെങ്കിൽ കല്ലായി പുഴ വളരെ സുന്ദരമാവും. ഈ പ്രദേശത്തുകാർക്കും ഒരു നല്ല വായു, കുറച്ച് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കല്ലായിപ്പുഴയിലുണ്ട്, നമുക്കറിയാലോ. അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി 13 കോടിയുടെ പ്രോജക്റ്റാണ് കോർപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കിയെടുക്കണം. അത് കഴിഞ്ഞ കൗൺസിൽ പാസ്സാക്കിയ കാര്യമാണ്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രതീക്ഷകൾ എൻ്റെ മനസ്സിലുണ്ട് കല്ലായിക്ക് വേണ്ടി. UDFന് അപ്രതീക്ഷിതമായി VM വിനുവിനെ പോലെ സെലിബ്രിറ്റി കല്ലായിൽ വന്നുകൊണ്ടാണ് താങ്കളെപ്പോലെ കോഴിക്കോടിൻ്റെ ഒരു മുഖം കൊണ്ടുവരാൻ പാർട്ടി വിചാരിച്ച VM വിനു ഇപ്പോൾ ഇല്ല. അപ്പോൾ അതൊരു നിയോഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. എന്നോട് കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങൾ പല രീതിയിലും സേവന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ സ്കൂളൊക്കെ ഒരുപാട് വർഷമായിട്ട് അതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ ജനങ്ങളുടെ കുറച്ചും കൂടി കൂടുതൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്നൊരു നിയോഗമായിരിക്കാം ചിലപ്പോൾ VM വിനുവേട്ടനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് വരെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പറയുന്നത്. നിങ്ങളുടെ നിയോഗമായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വിനുവേട്ടൻ സ്ഥാനാർത്ഥി വരാൻ ഉണ്ടായതും. അപ്പം എനിക്കും അത് തോന്നുന്നു. കുറച്ചും കൂടി ഞാനിപ്പോൾ ഈ കുറച്ച് ദിവസത്തെ ക്യാമ്പയിനിൽ കുറച്ചും കൂടി ആഴത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു പ്ലാനറും കൂടി. അപ്പം ഞങ്ങൾ ടൗൺ പ്ലാനിങ്ങിൽ പറയുന്ന ബേസിക് കാര്യം ഇക്വിറ്റി, സമത്വമാണ്. എല്ലാവർക്കും സമത്വം കൊണ്ടുവരണം എന്നാണ് പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അതിനുവേണ്ടി കുറേ ശ്രമിക്കാൻ പറ്റുന്നുള്ളൊരു സന്തോഷം സത്യത്തിൽ എനിക്കുണ്ട്. തീർച്ചയായും VM വിനുവിന് എതിരാളിയായിട്ടാണ് LDF വിനീഷ് വിദ്യാധരനെ ഇറക്കിയത്. പക്ഷേ ഇപ്പോൾ VM വിനു ഇല്ല, വിനീഷ് വിദ്യാധരൻ കളത്തിലുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.